ഗുഡ് മോർണിംഗ് ഡോക്ടർ സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡോക്ടർ സ്റ്റോക്ക് സ്ഥിരമായി കാണുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും, April 2 വേൾഡ് ഓട്ടിസം ഡേ ആയിരുന്നു. അതിനോടനുബന്ധിച്ചൊരു പ്രോഗ്രാം ഇവിടെ ഓട്ടിസത്തെക്കുറിച്ച് അന്ന് നടക്കുകയുണ്ടായിരുന്നു. അന്ന് എൻ്റെ കൂടെ ഒരു പീഡിയാട്രിഷ്യനാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരു ഡോക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂ, ഒരു ക്ലിനീഷ്യൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും ഓട്ടിസത്തെക്കുറിച്ച്, ഓട്ടിസം എന്താണ്, ഓട്ടിസം എന്തുകൊണ്ടുണ്ടാവുന്നു, ഓട്ടിസത്തെ ചികിത്സിക്കുന്നത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കേണ്ടായി. അന്ന് അദ്ദേഹം തന്നെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ കാര്യമാണ്, ഓട്ടിസത്തെ ചികിത്സിക്കുന്നത് ഇപ്പോൾ ഓട്ടിസമുള്ള കുട്ടിയെ ചികിത്സിക്കുന്നതിനേക്കാളും കൂടുതൽ ഓട്ടിസം വന്ന കുട്ടിയുടെ പാരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ന് അതോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമാണ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളതൊരു ട്രെയിൻഡ് കൗൺസിലർ ആൻഡ് സൈക്കോളജിസ്റ്റാണ് സീമാലാൽ. മാഡം ഓട്ടിസത്തെക്കുറിച്ചും ഓട്ടിസത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഓട്ടിസമുള്ള കുട്ടികൾ ഉള്ള പാരൻസിനെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തെറപ്പി സെൻറ്റേഴ്സിൽ പോകുമ്പോൾ തെറപ്പി സെൻറ്റർ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് സംസാരിക്കുന്നത്. ഗുഡ് മോർണിംഗ് സീമ. താങ്ക് യു ഡോക്ടർ ഗണേഷ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ഓട്ടിസത്തിൻ്റെ വേറൊരു പേഴ്സ്പെക്റ്റീവാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പറഞ്ഞോളൂ. ഓക്കെ, തീർച്ചയായിട്ടും പേരൻറ്റിനെ ഇൻവോൾവ് ചെയ്യണ ഒരു പേഴ്സ്പെക്റ്റീവ് തീർച്ചയായിട്ടും വരേണ്ട കാലമായി. ബിക്കോസ് നമ്മൾ ഒരുപാട് റിസർച്ചും ഒക്കെ നടക്കുന്ന മേഖലയാണ്. പക്ഷെ ഇപ്പോഴും വ്യക്തമായിട്ട് എന്താണ് ഓട്ടിസം, എക്സാക്ട്ലി വാട്ട് ക്യൂർ ചെയ്യുന്നോ എന്താണെന്നൊന്നും ഐഡിയ ഇല്ല. വാക്സിനേഷൻ ആണെന്ന് ചിലർ പറയുന്നു, ചിലർ ജനറ്റിക് എന്ന് പറയുന്നു. സോ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഇൻസിഡൻസ് ഓഫ് ഓട്ടിസത്തിന് വരുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നതല്ലാണ്ട് വേറെ ഒന്നും വരുന്നില്ല. സോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമുക്ക് നോക്കിയാൽ 1 out of 50 ചിൽഡ്രൻ എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്, വിച്ച് ഈസ് വെരി സ്കെറി. അപ്പോൾ നമ്മൾ അറിയേണ്ടത്, നമ്മൾക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് മാതാപിതാക്കൾക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏർലി ഇൻ്റർവെൻഷൻ പ്രൂവൺ ആണ്. ഏത് അസുഖത്തിനാണെങ്കിലും നേരത്തെ ചികിത്സിച്ചാലാണ് നമുക്കത് മാറ്റിമറിക്കാൻ പറ്റുന്നത്. സോ നേരത്തെ ചികിത്സിക്കുന്നത് ആരാ? അമ്മയും അച്ഛനുമാണ് ആദ്യം കണ്ടുപിടിക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും പേരൻസിനാണ് ഫസ്റ്റ് നോളജ് ഓഫ് എൻ്റെ കുട്ടിക്ക് എന്തോ വ്യത്യാസം ഉണ്ടെന്ന് ഫസ്റ്റ് അറിയണത് പേരൻസാണ്. സോ എന്തൊക്കെയാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആരൊക്കെ എന്തൊക്കെ പറയണ വിശ്വസിക്കണം, ഹൗ ലോങ് ഷുഡ് യു വെയിറ്റ് ബിഫോർ യു ഗോ സീക്ക് ഹെൽപ്പ്. അഥവാ സഹായം തേടുന്നുണ്ടെങ്കിൽ ഈ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന ആൾക്കാരിൽ നിന്നും നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും പേരൻസിൻ്റെ റൈറ്റാണ്, പേരൻറ്റിൻ്റെ ഡ്യൂട്ടിയുമാണ്. സോ പറഞ്ഞല്ലോ, ഇപ്പൊ ഓട്ടിസം ഉണ്ട് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എത്ര നേരത്തെ കണ്ടുപിടിക്കുന്നു അത്ര നല്ലതാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഒരു ഓട്ടിസം ഉള്ള കുട്ടിയുടെ പാരന്റ് ആണെങ്കിൽ അവർക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏർലിയസ്റ്റ് സിംറ്റംസ് എന്തായിരിക്കും? ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഇതിപ്പോ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല ഞാൻ പറയുന്നത് തീർത്തും ഒരു അമ്മ എന്ന നിലയ്ക്കും, പിന്നെ ബിഹേവിയർ മോഡിഫിക്കേഷൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള, അതായത് കണ്ടും പഠിച്ചിട്ടുണ്ട്, സൈക്കോളജിയിലും കൂടെ പഠിച്ച് കുട്ടികളിൽ നിന്നും പഠിച്ചതും പേരൻസിൽ നിന്നും കേട്ടത് വെച്ചുകൊണ്ടാണ് പറയണത്. സോ ഇറ്റ് ഇസ് നോട്ട് എ മെഡിക്കൽ വേർഷൻ. ബേസിക്കലി ഇപ്പം എനിക്കൊരു 2 മക്കളുണ്ട്. അപ്പൊ എൻ്റെ മോനും കൊണ്ട് എനിക്ക് സാധാരണ പോലെ എനിക്ക് ബുദ്ധിമുട്ടാണ്. ദ ചൈൽഡ് ഇസ് വെരി ഡിഫിക്കൽട്ട്, or there is something different. എന്തോ വ്യത്യാസമുണ്ടല്ലോ എന്നാണ് ഫസ്റ്റ് നമുക്ക് സ്ട്രൈക്ക് ആവണത്. പ്രത്യേകിച്ചും ലാംഗ്വേജ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. സംസാരിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളിക്കുന്ന രീതികളിൽ എന്തോ വ്യത്യാസം തോന്നുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരോടത്ത് ഇടപെടുന്നതിൽ വ്യത്യാസം തോന്നുന്നു, അമിതമായ വാശി നമുക്ക് തോന്നുന്നു, സംതിങ് ഇസ് ഡിഫറെൻറ്റ്, സംതിങ് ഇസ് റോങ് എന്ന് തോന്നും. അത് നമുക്ക് തന്നെ തോന്നിയാലും കുറച്ച് കഴിയുമ്പോൾ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും അത് നോട്ടീസ് ചെയ്ത് തുടങ്ങുമ്പം ആദ്യം പേരൻസ് ചെയ്യണമെന്ന് വെച്ചാൽ, യൂഷ്വലി നമ്മളുടെ അമ്മയുടെയോ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും. ഗ്രാൻഡ് പേരൻസ് ആയിരിക്കും ആദ്യം കൺസൾട്ട് ചെയ്യണത്. അപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്നത്, സാരമില്ല, നിങ്ങളുടെ അച്ഛനും ഇങ്ങനെയായിരുന്നു, നിങ്ങളുടെ അപ്പൂപ്പനും ഇങ്ങനെയായിരുന്നു, 4 വയസ്സ് കഴിയുമ്പോൾ സംസാരിച്ചോളും, ഇറ്റ് ഈസ് ഓക്കെ എന്നുള്ളതാണ് ആദ്യത്തെ ഇത് വരുന്നത്. ബട്ട് ആസ് എ മദർ ആൻഡ് സംബഡി വർക്കിംഗ് ഇൻ ദ ഫീൽഡ്, ഇറ്റ് ഈസ് നോട്ട് ഓക്കെ. നമ്മൾ എന്തെങ്കിലും, അതിപ്പോൾ ഡിലേ ആയിരിക്കാം, ചിലപ്പോൾ അപ്പൂപ്പനെ പോലെ ആയിരിക്കാം, സാരമില്ല, പക്ഷെ നമുക്ക് അതിൽ എന്തെങ്കിലും ചെയ്തുകൂടെ? നമ്മൾ വെറുതെ ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല, തീർച്ചയായിട്ടും ആവശ്യമില്ല. ഈ ഇപ്പോൾ ഓട്ടിസം ഉള്ളൊരു കുട്ടി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം ഏർലിയസ്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പാരൻസിനെ ട്രെയിൻ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ഈ പാരൻസിനെ ട്രെയിൻ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് അത് ആരാണ് ചെയ്യേണ്ടത്? പാരൻസിനെ ട്രെയിൻ ചെയ്യേണ്ടത്
പേരൻസിനെ ട്രെയിൻ ചെയ്യേണ്ടത് ശരിക്കും ഏർലി ഇൻ്റർവെൻഷനിൽ ഇവിടെ കൊച്ചിയിൽ ഒരുപാട് ഫസ്റ്റ് വരുന്നത് പീഡിയാട്രിഷ്യൻ്റെ അടുത്തായിരിക്കും. നമുക്കൊരു കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോകുന്നത് പീഡിയാട്രിഷ്യൻ്റെ അടുത്തായിരിക്കും. എനിക്കറിയില്ല MBBS പഠിക്കുമ്പോൾ എത്രത്തോളം ഓട്ടിസം അതിൽ പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ബിക്കോസ് അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് പേരൻസ് പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് പോകുമ്പോഴും വെയിറ്റ് ഇസ് ദി ആൻസർ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് അവർ പോകുന്നത് സൈക്കോളജിസ്റ്റുകളുടെ അടുത്തേക്കോ അല്ലെങ്കിൽ തെറപ്പി സെൻറ്റേഴ്സ്, കൃത്യമായിട്ടും പറഞ്ഞാൽ പ്രൈവറ്റ് തെറപ്പി സെൻറ്റേഴ്സ്. ബിക്കോസ് ഗവൺമെൻറ്റിൽ അറിയില്ല അങ്ങനെ സർവീസസ് തൽക്കാലം ഉണ്ടോ എന്ന് ആർക്കും അറിയില്ല. പ്രൈവറ്റ് തെറപ്പി സെൻറ്റേഴ്സിൽ പോകുമ്പോൾ അവിടെ തെറപ്പിസ്റ്റ് ലൈക്ക് സ്പീച്ച് തെറപ്പിസ്റ്റ്, ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, സൈക്കോളജിസ്റ്റ് ഒക്കെയാണ് സാധാരണ സെൻറ്റേഴ്സ് നടത്തുന്നത്. അവരാണ് പറയണത് റിപ്പോർട്ട് തരും. കുറേ ടെസ്റ്റുകളുണ്ട്, ഒരുപാട് പേരിൽ കാസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യും. പക്ഷേ ആസ് എ പേരൻറ്റ് ഓർ ആസ് എൻ അമ്മ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. അവിടെ പോയി ഒരു ടെസ്റ്റ് സ്കോർ കിട്ടിയത് കൊണ്ട് നമുക്ക് കൂടുതലൊന്നും പഠിക്കുന്നില്ല. അതൊരു വെറും ഒരു നമ്പർ മാത്രമാണ്. അത് നമ്മുടെ കുട്ടിയെ പറ്റി കൂടുതൽ അറിവ് നമുക്ക് തരുന്നുമില്ല. ആ ഒരു ടെസ്റ്റ് സ്കോർ വെച്ച് എന്താ ചെയ്യണമെന്നും നമുക്കറിയാൻ വയ്യ. സോ ദാറ്റ് ഇസ് നോട്ട് വാട്ട് യു വാണ്ട് ഫ്രം എ സെൻറ്റർ. ശരി, ഒരു റിപ്പോർട്ട് കിട്ടി, പിന്നെ എന്ത് ചെയ്യണം, എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ എന്ത് ചെയ്യണം, അത് പറയാൻ ബാധ്യസ്ഥരാണ് തെറപ്പി സെൻറ്റേഴ്സ്. അപ്പോൾ ഡയഗ്നോസിസ് കൊടുക്കുകയാണെങ്കിൽ എന്നുവെച്ചാൽ ഇതൊരു ഡിസീസ് അല്ലല്ലോ, മലേറിയ, ടൈഫോയിഡ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എൻ ഇൻഫെക്ഷൻ, ഇറ്റ് ഈസ് എ കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരു ഡിസോർഡർ ആണ്, ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ പേരൻ്റ് ആണ് അതിൽ മേജർ പാർട്ട്. ഏറ്റവും സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പേരൻറ്റ് ഹൂസ് ദ മാക്സിമം എഫക്റ്റഡ്. അപ്പോൾ തെറപ്പി സെൻറ്റേഴ്സിൽ പോകുമ്പം അവർ വ്യക്തമായിട്ട് പേരൻറ്റിനെ മനസ്സിലാക്കിക്കണം. ആൻഡ് ദേ ഹാവ് ടു ഡോക്യുമെൻറ്റ് ദാറ്റ് പേരൻസിനെ മനസ്സിലാക്കിക്കുന്നു. മിക്കവാറും കൂടുതലും എല്ലായിടത്തും വേർബലിയാണ് കൗൺസിലിംഗ് നടക്കുന്നത്. അല്ലെങ്കിൽ ഈ ടെസ്റ്റ് കോഴ്സ് റിപ്പോർട്ടിൽ എഴുതുന്നത് ഭാഷ പകുതി പേരൻസിന് മനസ്സിലാവാറില്ല. ഒരുപാട് പേര് സ്കൂളുകളിൽ വന്ന വലിയ റിപ്പോർട്ടുണ്ട്, പക്ഷേ ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. സോ ദാറ്റ് ഇൻ എ വേ ഇറ്റ് ഈസ് ഇറസ്പോൺസിബിലിറ്റി ഓൺ ദ പാർട്ട് ഓഫ് ദ പേരന്റ്. നിങ്ങളുടെ കുട്ടിക്ക് ഒരു റിപ്പോർട്ട് തരുമ്പോൾ നമ്മൾ അറിയണം അതിൽ എന്താ, പിന്നെ എന്തിനാ അത് വാങ്ങിച്ചുകൊണ്ട് വന്നത്. നിങ്ങളുടെ സമയവും നിങ്ങളുടെ പൈസയും മുടക്കി നമ്മളൊരു തെറപ്പി സെന്ററിൻ്റെ അടുത്ത് പോകുമ്പോൾ നിങ്ങളുടെ അവകാശമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് വരണം എന്നുള്ളത്. ബിക്കോസ് നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പനിയോ ഇതോ ചികിത്സിക്കാൻ പോകുന്ന പോലെ അല്ല. നൺ ഓഫ് ദീസ് പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഫീൽഡ് ഇൻ ദ തെറപ്പി സെന്റേഴ്സ് ഇൻക്ലൂഡിങ് സൈക്കോളജിസ്റ്റ്, ഞാനും ഉൾപ്പെടെ ഡോക്ടേഴ്സ് അല്ല. സോ അത് കാരണം നമ്മളൊരു രോഗം ചികിത്സിക്കാനിരിക്കുന്നതല്ല. സോ നമ്മൾ ക്ലിയർ ആയിട്ട് പറയണം അതിൻ്റെ റെമഡിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ റീഹാബിലിറ്റേഷൻ ഹോം പ്രോഗ്രാം തന്നിരിക്കണം. അത് തരാത്ത ഒരു സെൻറ്റർ ആണെങ്കിൽ അവിടെ പോരുത്. നമ്മളിന്ന് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ടൈറ്റിൽ ചോദിച്ചപ്പോൾ യു സെറ്റ് ടുഗദർ വി ക്യാൻ. എന്താണ് അത്? അതെന്താണ്? ഒരു ട്രെയിൻ സൈക്കോളജിസ്റ്റ് ആണ് ഈ സാധനം ചെയ്യുന്നതാണെങ്കിൽ അതിനൊരു ഫേമിന്റെ പേരോ അങ്ങനെ എന്തെങ്കിലുമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അല്ലെങ്കിൽ യു ആർ വർക്കിംഗ് ആസ് എ കൗൺസിലർ ഇൻ, ഞാൻ പ്രതീക്ഷിച്ചു. അതുമല്ല, യു സെഡ് ടുഗദർ വി ക്യാൻ. എന്താണ് അതിൻ്റെ അർത്ഥം? ടുഗദർ വി ക്യാൻ എന്ന് പറഞ്ഞാൽ അത് തുടങ്ങിയത് എങ്ങനെയാന്ന് വെച്ചാൽ ബേസിക്കലി ദി ഐഡിയ ഇസ് നമ്മൾക്കിത് ഒന്നിച്ച് ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതായത് പേരൻറ്റ് മാത്രം വിചാരിച്ചാലോ തെറപ്പി സെൻറ്റേഴ്സ് മാത്രം വിചാരിച്ചാലോ ഓർ ഇൻഫാക്ട് മീഡിയ അവയർനെസ് കൊണ്ട് മാത്രമോ ഇത് മാറില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഈ അവയർനെസ്സും റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് പേരൻസ് കൊണ്ടുവരണം. ബിക്കോസ് നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു ശതമാനം ആൾക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് വലുതാവും. ദേ ഹാവ് ടു ലിവ് വിത്ത് അസ് ആൻഡ് വി ഹാവ് ടു ലിവ് വിത്ത് ദം. സോ നമുക്കും ഒരു ബാധ്യസ്ഥതയാണ്. ആൻഡ് ഹെൻസ് ടുഗദർ വി ക്യാൻ എന്നുള്ള പേര്. അത് സ്റ്റാർട്ട് ചെയ്യാൻ റീസൺ എന്ന് വെച്ചാൽ ഞാൻ ഈ സ്കൂളിൽ ആക്ച്വലി അതെന്താണ്, ഒരു ഫേമിന്റെ പേരാണോ? അല്ല, ഇറ്റ് ഈസ് എ ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ടഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് പേരൻസ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഓട്ടിസം ആൻഡ് അതർ വേറെ ന്യൂറോളജിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെയും. പിന്നെ ഇതുമായിട്ട് ലൈക്ക് മൈൻഡഡ് ആൾക്കാർ, അതായത് ലോയേഴ്സ് ഉണ്ട്, മീഡിയയിലെ ആൾക്കാരുണ്ട്. പ്രിഡോമിനൻ്റ്ലി കൊച്ചി ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ കൂടുതലും പേരൻസ് ആണ്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, സെൻറ്റേഴ്സും ഒക്കെ ഇപ്പം കമ്മിങ് ഫോർവേഡ്. അത് തുടങ്ങുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ
ഇപ്പം എൻ്റെ അടുത്ത് വീട്ടിൽ കുറേ പേരൻസ് വരുന്നുണ്ട്, ഓട്ടിസ്റ്റിക് കുട്ടികളുടെ പേരൻസിനെയാണ് ട്രെയിൻ ചെയ്യിക്കുന്നത്. അപ്പം അവർ ട്രെയിൻ ചെയ്യിക്കാൻ വരുമ്പോൾ ഫസ്റ്റ് തിങ് വാസ് ഹൗ കം ദേ വർ നോട്ട് ട്രെയിൻഡ് എന്നുള്ളതായിരുന്നു ആദ്യത്തെ എൻ്റെ ചോദ്യം. അവർ ഇത്രയും വർഷങ്ങളായിട്ട് തെറപ്പി സെൻറ്റേഴ്സിൽ പോകുന്നു, അവരുടെ സമയം, അവരുടെ പൈസ ഓരോ മണിക്കൂർ വച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ഫ്രം പ്രോബബ്ലി ദ ചീപ്പസ്റ്റ് വുഡ് ബി 100-150 to 400 to 2000 വരെ ഉണ്ട് ചാർജ് പെർ അവർ, ആൻഡ് സംടൈംസ് 45 minutes ചാർജ് ചെയ്യുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പം പിന്നെയും അവരെന്തിനാ എൻ്റെ അടുത്ത് വന്നിട്ട് വീട്ടിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞുതരും. അപ്പോൾ ഇത് തുടങ്ങിയത് ഒരു സ്ഥാപനമായിട്ടോ തുടങ്ങിയതല്ല, ഫ്രണ്ട്സിൻ്റെ മക്കളിൽ നിന്നും തുടങ്ങി അങ്ങനെ അവർ പറഞ്ഞ് പിന്നെ അങ്ങനെ അങ്ങ് വീട്ടിൽ വരുന്നവർക്ക് പറഞ്ഞു, ബൈ വേർഡ് ഓഫ് മൗത്ത് വരുന്നതാണ്. സോ ഒരു സെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതല്ല. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് വർഷമായപ്പോൾ ഇപ്പോൾ പേരൻസിൻ്റെ അടുത്ത് ചോദിക്കണു ഹോം പ്രോഗ്രാം പറയുമ്പം ഒന്നും അറിയില്ല. അങ്ങനെ വന്നപ്പോൾ അത് വളരെ സങ്കടം തോന്നി. അത് അപ്പോൾ ഓരോ തെറപ്പി സെൻറ്റേഴ്സിൽ പോകുന്ന അവർ എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പം 90% ഓഫ് പേരൻസിന് അറിയില്ലായിരുന്നു അവിടെ എന്താ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ബുക്ക് എന്ന് പറഞ്ഞ് ചില സെൻറ്റേഴ്സിലുണ്ട്, ആ ബുക്ക് നോക്കുമ്പം ഇതാണ് പഠിപ്പിക്കണത്. അത് നോക്കുമ്പോൾ ഇറ്റ് വാസ് ഈവൺ മോർ ഷോക്കിംഗ് ടു സീ സം ഓഫ് ദ ബുക്സ്, പെർട്ടിക്കുലർലി ഇൻ തെറപ്പി സെൻറ്റേഴ്സ് ഇൻ കൊച്ചി. സ്പീച്ച് തെറപ്പികളുടെ കണ്ടു. ഒരു കുട്ടിക്ക് എന്താ പറയുക, ടൈഗറും ലയൻ്റെയും ഡിഫറൻസ് പഠിപ്പിക്കലായിരുന്നു ഫോർ 3 months ആസ് ദർ IEP ഓർ ദ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഫോർ എ 3-year-old ചൈൽഡ്, ആ കുട്ടിക്ക് ടോയ്ലറ്റ് പോകാൻ സംസാരിക്കില്ല, അമ്മ അച്ഛ പറയില്ല, വെള്ളം എന്ന് ചോദിക്കാൻ അറിയില്ല. പക്ഷേ ഗോൾ സെൻറ്ററിൻ്റെ ഗോൾ അവർ വെച്ചിരിക്കുന്നത് ടൈഗർ ആൻഡ് ലയൺ. ആൻഡ് സ്ട്രേഞ്ച്ലി ദ പേരൻറ്റ് ഇസ് വെരി ഹാപ്പി വിത്ത് ദ ഗോൾ. അപ്പോൾ പേരൻറ്റിന് അത് അറിയില്ല, ഇതല്ല എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ആവശ്യം, ABCD പഠിക്കലല്ല, ആപ്പിളിൻ്റെ സ്പെല്ലിംഗ് പഠിക്കലല്ല. നമുക്ക് വീട്ടിൽ കുട്ടീനെ മാനേജ് ചെയ്യാൻ പറ്റണം, കുട്ടീനെ കൊണ്ട് വേറൊരു സ്ഥലത്ത് പോകാൻ പറ്റണം, തന്നെ ആഹാരം കഴിക്കണം, ടോയ്ലറ്റിൽ പോകണം, ബേസിക് കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചാലേ നമുക്കൊരു സ്കൂളിലേക്ക് നമുക്ക് ചിന്തിക്കാൻ തന്നെ പറ്റുള്ളൂ. പക്ഷെ അതിനു മുമ്പേ ഇതൊക്കെ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണെന്ന് പറഞ്ഞ് പേരൻറ്റിനെ വിശ്വസിപ്പിച്ചാൽ അതൊരു ഭയങ്കര സങ്കടമായിട്ടുള്ള അവസ്ഥയായിരുന്നു. സോ ചില സെൻറ്റേഴ്സിൽ, ഒരു സെൻറ്ററിൽ ഞാൻ ട്രെയിൻ ചെയ്യാനായിട്ട് പോയി അവിടുത്തെ സ്റ്റാഫിനെ. അപ്പോൾ അവിടെ കണ്ടതും അതെ, ബിഹേവിയർ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് മിക്കവാറും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലാംഗ്വേജ്, ആൻഡ് ഓരോ കുട്ടിയും വ്യത്യാസമാണ്. അപ്പോൾ കുട്ടി ഇരുന്ന് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാണ് ലാംഗ്വേജ് പഠിപ്പിക്കണേ. സോ അങ്ങനെ വന്നപ്പം അവിടെ ചെന്നപ്പം IEPs നോക്കിയപ്പം അവിടുത്തെ തെറപ്പിസ്റ്റ് തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ട്രെയിനിങ് ഇല്ല. സോ ദാറ്റ് വാസ് അഗൈൻ ഷോക്കിംഗ്. പക്ഷെ അവിടെ ട്രെയിനിങ് ഇല്ലാത്ത ആൾക്കാരും വർഷങ്ങളോളം തെറപ്പി ചെയ്യുന്നുണ്ട്. ആൻഡ് എല്ലാവരും സന്തുഷ്ടരാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സത്യം. ടുഗെദർ വി ക്യാൻ തുടങ്ങാനുള്ള മെയിൻ റീസൺ വാസ്, ഒരു സെൻറ്ററിൽ ഇതേപോലെ ഒരു കുട്ടീൻ്റെ 5 വയസ്സായ കുട്ടിയുടെ പോയപ്പം ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് ആണ് അവിടെ ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം ദ പേരൻസ് ആർ ഓൾ എക്സ്പെക്റ്റഡ് ടു വെയിറ്റ് ഔട്ട് സൈഡ്. മിക്ക തെറപ്പി സെന്റേഴ്സിലും പേരൻസിനകത്ത് കയറ്റാറില്ല. ഇപ്പൊ പതുക്കെ ഞങ്ങൾ ഓരോരോ സെന്ററായിട്ട് വിസിറ്റ് ചെയ്യുന്നു. ദേ ആർ കൈൻഡ് ഓഫ് ഹോപ്പ്ഫുള്ളി ചേഞ്ചിങ് ദിസ്. ഇതിനൊരു ഗവൺമെന്റ് ലോയോ അല്ലെങ്കിൽ അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബോഡിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, തൽക്കാലം ഒരു റെഗുലേറ്ററി ബോഡിയും ഇല്ല. അപ്പോൾ അത് കാരണം ഞങ്ങളൊരു പെറ്റിഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് ടു SPCRC, വിച്ച് ഇസ് ദ സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. HRNL എന്ന് പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സ് ലോ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടെ കൂടെ പെറ്റിഷൻ ഫയൽ ചെയ്തു. അവിടെ അവർ തീർച്ചയായിട്ടും എന്തെങ്കിലും നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലും പെറ്റിഷൻ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ എത്ര സെൻറ്റേഴ്സ് ഉണ്ടെന്ന് വരെ ഒരു രേഖയില്ല കൊച്ചിയിൽ. അപ്പം അവിടെ പേരൻസിനെ എന്തുകൊണ്ട് അകത്ത് കയറ്റുന്നില്ല, അബ്യൂസ് വരെ നടക്കാം. ബിക്കോസ് ഈ സംസാരിക്കാൻ ശേഷിയില്ലാത്തൊരു കുട്ടി ഒരു അഡൾട്ട് ട്രെയിൻഡ് തെറപ്പിസ്റ്റുമാണ്. ക്ലോസ് ഡോറിലാണ് മിക്ക സ്ഥലങ്ങളിലും തെറപ്പി നടക്കുന്നത്. പേരൻറ്റ് സന്തോഷമായിട്ട് ലോബിയിൽ വെയിറ്റ് ചെയ്യുന്നു. എന്ത് ധൈര്യത്തിൽ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ പേരൻസിനോട് ചോദിക്കുന്നത്. ഇറ്റ്സ് യുവർ റൈറ്റ് ടു ബി ഇൻസൈഡ് ദ സെൻറ്റർ, യു കനോട്ട്. അത് പറ്റില്ല. ഒരു ഡോക്ടർ പോലും നോക്കുകയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ അവിടെ വേണമെന്നാണ്. ഇത് പ്രത്യേകിച്ചും സംസാരിക്കാൻ ശേഷിയില്ലാത്ത കുട്ടികളാകുമ്പോൾ പേരൻറ്റ് അകത്ത് വേണം. ഒരു അഡൾട്ടിൻ്റെ അടുത്ത് ക്ലോസ് റൂം ഇസ് നോട്ട് തെറപ്പി. ഇറ്റ് ഇസ് നോട്ട് ഡൺ. തീർച്ചയായിട്ടും ഉള്ളിൽ കൂടെ വേണം. അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം തെറപ്പി സെൻറ്റേഴ്സ് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ, അമ്മമാർ വന്ന് അകത്തിരുന്ന് കഴിഞ്ഞാൽ കുട്ടി കോപ്പറേറ്റ് ചെയ്യില്ല, കുട്ടികൾ കരയും, അല്ലെങ്കിൽ അമ്മമാർ ഇടയ്ക്ക് കയറി ഇൻ്റർഫിയർ ചെയ്യും എന്നുള്ള റീസണാണ് തെറപ്പി സെൻറ്റേഴ്സ് പറയണത്.
അതും പേരൻസ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഇരുന്ന് തെറപ്പി ഷുഡ് ഹാപ്പൻ. യു ആർ സിറ്റിംഗ് ദാറ്റ് ടു ലേൺ. അത് കണ്ട് പഠിച്ചാലേ വീട്ടിൽ പോയി അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിരുന്ന് കണ്ടു പഠിക്കണം. പ്ലസ് അവിടെ തെറപ്പിസ്റ്റ് എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയണം. ബിക്കോസ് അല്ലെങ്കിൽ പിന്നെ CCTV ക്യാമറ വേണം. ഇഫ് ദർ ഇസ് എ CCTV നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റണം. അത് പക്ഷേ കേരളത്തിൽ മാത്രമേ അങ്ങനെ ഇല്ലാത്തതുള്ളൂ. ബാംഗ്ലൂരും ബാക്കി സംസ്ഥാനത്തൊക്കെ ഇപ്പം മിക്ക സ്ഥലത്തും CCTV ഈസ് കമ്പൽസറി, മെയിൻലി ടു പ്രിവെൻറ്റ് അബ്യൂസ്. ബിക്കോസ് അബ്യൂസ് നടന്നാൽ ആരും അറിയാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ അറിയുന്നുമില്ല, നടന്നിട്ടുമുണ്ട്. നടന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ടുഗദർ വി ക്യാൻ തുടങ്ങുന്നത്. ബിക്കോസ് ഈ 5-year-old കുട്ടിയുടെ ഓക്യുപ്പേഷൻ തെറപ്പി സെഷൻ്റെ കൈ ഒടിഞ്ഞു. കൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈവൺ എ ഡിസ്ലൊക്കേഷൻ, ഇറ്റ് ഇസ് ബിറ്റ്വീൻ ദി റിസ്റ്റ് ആൻഡ് ദി എൽബോ. ദ ബോൺസ് ആർ ഇൻ ടു 2 pieces. അത് പേരൻറ്റ് പുറത്ത് വെയിറ്റ് ചെയ്യാണ്. സോ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം പറയണേ ആർക്കും അറിയില്ല, ബിക്കോസ് തെറപ്പിസ്റ്റ് മാത്രമേ ഉള്ളൂ. തെറപ്പിസ്റ്റ് പറയണേ ഞാനൊന്നും ചെയ്തില്ല. പിന്നെ ചോദിച്ചു വന്നപ്പോൾ അത് ഓക്യുപ്പേഷൻ തെറപ്പിസ്റ്റ് അല്ലായിരുന്നു, ഒരു ഫിസിയോതെറപ്പിസ്റ്റ് ആയിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ദ സെൻറ്റർ ഓണർ സെസ് ഐ എം നോട്ട് അക്കൗണ്ടബിൾ ടു എനിബഡി, ഐ എം നോട്ട് ആൻസറബിൾ. ഞാൻ ദൈവത്തിനോട് ഉത്തരം പറഞ്ഞോളാം. ദാറ്റ് ഈസ് ദ മോസ്റ്റ് അൺപ്രൊഫഷണൽ സെറ്റപ്പ്. ഞങ്ങൾ പോയി അവിടെ എന്താ പറ്റിയെന്ന് അറിയാനായിട്ട്. ആൻഡ് വളരെ മോശമായ രീതിയിലായിരുന്നു സംസാരിച്ചത്. ആരും നിയന്ത്രിക്കാനില്ല എന്നുള്ളത് അറിയാം. അപ്പം എന്ത് തോന്നിയവാസം തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഡോക്ടർ സീമ, നമ്മുടെ സമയം അവസാനിക്കാറായതുകൊണ്ട് 2-3 ചോദ്യങ്ങൾ അത്യാവശ്യമുള്ളത് ഞാൻ ചോദിക്കുകയാണ്. ഒരു തെറപ്പി സെന്റർ തിരഞ്ഞെടുക്കുമ്പോൾ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തെറപ്പി സെൻറ്റർ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അകത്ത് കയറ്റുന്നുണ്ടോ എന്ന് നോക്കണം. യു ഹാവ് ടു ബി ഇൻസൈഡ് ദ പ്രോഗ്രാം. കുട്ടിയുടെ കൂടെ അകത്ത് വേണം. നിങ്ങൾക്ക് ഹോം പ്രോഗ്രാം തരുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് വീട്ടിൽ എന്താ ചെയ്യേണ്ടതെന്ന് മാത്രമല്ല, അത് എങ്ങനെ ചെയ്യണമെന്നും കൂടെ കാണിച്ചു തരണം. ചുമ്മാ വാട്ട് എന്ന് എഴുതിയാൽ പോരാ, ഹൗ ടു ഡു ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. തേർഡ് വൺ ഇസ് ഇവർക്ക് പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുന്നുണ്ടോ. ഒരു 3 മാസം 1 മാസം അല്ലെങ്കിൽ 1 വർഷമായിട്ട് ഒരേ ഗോള് തന്നെ നിൽക്കുകയാണോ, നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. യു ഹാവ് ടു ഇൻസിസ്റ്റ് ഓൺ പ്രോഗ്രസ്. ഇല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്ത ഗോള് തെറ്റിയെന്നാണ്. സോ ബേസിക്കലി നിങ്ങൾ അകത്തിരിക്കണം, ഹോം പ്രോഗ്രാം വേണം, നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിച്ചിരിക്കണം, റിട്ടൺ ആയിട്ട് റെക്കോർഡ്സ് വേണം. എന്താ ഈ കുട്ടിയെ പഠിപ്പിക്കണേ, എന്തിനാ ഈ കുട്ടിയെ പഠിപ്പിക്കണേ, എങ്ങനെയാ ഈ കുട്ടിയെ ഇത് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, വെരി ക്ലിയർ. ഇപ്പോൾ ഒരു ട്രെയിൻ കൗൺസിലർ എന്ന നിലയ്ക്കും അതുപോലെ പാരൻസിനെ ട്രെയിൻ ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, ഒരു ഓട്ടിസ്റ്റിക് കുട്ടിയുടെ പാരൻസ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓട്ടിസ്റ്റിക് കുട്ടിയുടെ പേരൻസ് ബേസിക്കലി അറിഞ്ഞിരിക്കണേ, നമുക്കൊരു മാജിക് ക്യൂർ ഇതിനില്ല. സോ ഏതെങ്കിലും ഒരു സെൻറ്റർ പറയുകയാണ് ഐ ക്യാൻ ക്യൂർ യു ഓഫ് ദിസ് ഡിസീസ് ഓർ ഇൽനെസ് ആൻഡ് കം ഹിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബോഗസ്. അവിടെ പോവരുത്. പിന്നെ അവിടുത്തെ എന്താ പറയുക, നിങ്ങളെയും കൂടെ ഉൾക്കൊള്ളാനായിട്ട് അവർ എത്രത്തോളം ശ്രമിക്കുന്നുണ്ടെന്നുള്ളത്, അതിന് കുറ്റപ്പെടുത്താൻ മാത്രമാണെങ്കിൽ അവിടെ പോകരുത്. യു ഹാവ് ഈക്വൽ റൈറ്റ്സ് ഇൻ ദ പ്രോഗ്രാം ആസ് എ തെറപ്പിസ്റ്റ്, ആസ് നിങ്ങളുടെ കുട്ടിയാണ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഈ ടുഗദർ വി ക്യാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇനിഷ്യേറ്റീവ്, അതൊരു തെറപ്പി സെന്റർ അല്ല, അതൊരു ബോഡി അല്ല, ഒന്നുമല്ല, നിങ്ങളുടെ ഒരു ഇനിഷ്യേറ്റീവാണ്, അതൊരു ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് ഓഫ് എഫക്റ്റഡ് പീപ്പിൾ. അതുപോലെ തന്നെ അവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു വിഭാഗം ഉണ്ടാവുമായിരിക്കും. എങ്ങനെ നിങ്ങളിലേക്ക് എത്താൻ പറ്റും, ഇത് കണ്ടിരിക്കുന്ന ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ? ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ടുഗദർ വി ക്യാൻ എന്നാണ് ഫേസ്ബുക്ക് പേജ് ഉള്ളത്. ഞങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ കൂടുതലും പേരൻസും കുറച്ച് ലൈക്ക് മൈൻഡഡ് പ്രൊഫഷണൽസും ഉണ്ട്. ആ ഗ്രൂപ്പിൽ പാർട്ടാവുകയാണെങ്കിൽ പേടിക്കാതെ ഇരിക്കണം. അതായത് തെറപ്പി സെൻറ്റേഴ്സിനെ പറ്റി പറഞ്ഞാൽ അയ്യോ അവരെന്ത് ചെയ്യും, എൻ്റെ കുട്ടിക്ക് തെറപ്പി തരില്ലയോ, അങ്ങനെ പേടിച്ച് ജീവിക്കരുത്. ബ്രേക്ക് ദ സൈലൻസ്, ബിക്കോസ് അബ്യൂസ് ആണ് നടക്കുന്നത്, നിങ്ങൾ അറിയുന്നില്ല. സോ യു നീഡ് ടു നോ. വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഓട്ടിസ്റ്റിക് കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നതിൽ നിന്നും പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവരുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവർ ABCD പറയണം, അല്ലെങ്കിൽ 1 2 3 4 പറയണം, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ സ്പെല്ലിംഗ് പറയണം, ഈ ഒരു രീതിയിലേക്ക് ആ ട്രെയിനിങ് പോകാനുള്ള മെയിൻ കാരണം ഇവർക്കൊരു ഒരു മെയിൻ സ്ട്രീം സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ള പാരൻസിന്റെ ടെൻഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ, അവർക്ക് മെയിൻ സ്ട്രീം സ്കൂളാണോ നല്ലത് അതോ സ്പെഷ്യൽ സ്കൂളാണോ നല്ലത്? മെയിൻ സ്ട്രീം സ്കൂൾ തന്നെയാണ് തീർച്ചയായിട്ടും നല്ലത്. പക്ഷേ ഇനീഷ്യലി ഒരു തെറപ്പി സെൻറ്റേഴ്സ് ആവശ്യമാണ്. പക്ഷെ ആദ്യം മെയിൻ സ്ട്രീം സ്കൂളിലേക്ക് വരുമ്പം കുട്ടി ഇരിക്കാൻ പഠിക്കണം. ദ ചൈൽഡ് ഷുഡ് നോ ഹൗ ടു അറ്റ്ലീസ്റ്റ് സിറ്റ്, ബിക്കോസ് സേഫ്റ്റി ഒരു ഇഷ്യൂ ആണ്. മെയിൻ സ്ട്രീം സ്കൂളിൽ വരുമ്പോൾ ക്ലാസ്സിൻ്റെ അകത്ത് ഇരിക്കുമെങ്കിലും ചെയ്തില്ലെങ്കിൽ മെയിൻ സ്ട്രീം സ്കൂൾസ് മൈറ്റ് ഫൈൻ, എത്രയും നമ്മൾക്ക് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടിയുടെ സേഫ്റ്റി അതിനെ ബാധിക്കും. മെയിൻ സ്ട്രീം സ്കൂൾസിന് ശരിയായ സഹായം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ അഡ്മിഷൻ കൊടുക്കില്ല, ബിക്കോസ് വി ആർ നോട്ട് ഹെൽപ്പിംഗ് ദ ചൈൽഡ്. സോ ഈ തെറപ്പി സെൻറ്റേഴ്സ് ആ ബേസിക് കാര്യങ്ങളെങ്കിലും പഠിപ്പിച്ച്
വിട്ടാൽ തീർച്ചയായിട്ടും എല്ലാ മെയിൻ സ്ട്രീം സ്കൂൾസും എടുക്കാൻ തയ്യാറാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നുണ്ട്. ഈ ഡിസ്കഷൻ ഓട്ടിസം വന്ന കുട്ടികളുടെ പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ കുട്ടികൾക്ക് വേണ്ടി ട്രെയിനിങ്ങിന് പോകുന്ന തെറപ്പി സെൻറ്റേഴ്സിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പം അവരിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ സംസാരിച്ചത്. സീമാലാൽ ട്രെയിൻഡ് കൗൺസിലറാണ്, തെറപ്പി ചെയ്യുന്ന ആളാണ്, പാരൻസിനെ ട്രെയിൻ ചെയ്യുന്ന ആളാണ്, അതുപോലെ തന്നെ ഒരു മെയിൻ സ്ട്രീം സ്കൂളിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ മാഡം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctors@kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി. ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി പോലെ തന്നെ ഒരു ടുഗെദർ വി ക്യാൻ എന്ന് പറഞ്ഞ ഇവർക്ക് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വറീസ് വേണമെങ്കിൽ കൊടുക്കാം, അവിടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിഷയം ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതിയാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. ഓട്ടിസം എന്നൊരു വലിയ പ്രശ്നമാണ്. മാഡം നേരത്തെ പറഞ്ഞതുപോലെ 50 കുട്ടികളിൽ ഒരാൾ ഓട്ടിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ കാണുന്ന ആൾക്കാരിൽ എത്രയോ പേര് ഓട്ടിസം ബാധിച്ചവരാണ്. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇതിനൊരു ക്യൂറില്ല. ഇതെന്താണെന്ന് ആർക്കും അറിയില്ല. ഇത്രയും ദുരൂഹതയുള്ള ഒരു കണ്ടീഷൻ വേറെ അധികം ഉണ്ടാവും തോന്നുന്നില്ല. ഏതായാലും ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ. അടുത്ത ആഴ്ച നമുക്ക് ഒറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.